ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞിട്ട് ആദ്യമായി ജാസ്മിൻ ഒരു അഭിമുഖം നൽകിയിരിക്കുകയാണ്. സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ജാസ്മിന്റെ വിശദീകരണം. ഒട്ടുമിക്ക വിമർശനങ്ങൾക്കും ജാസ്മിൻ മറുപടി നൽകിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മികച്ച രീതിയിൽ നിലവാരത്തോടെ അവതാരകൻ രജനീഷ് ജാസ്മിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ബിഗ് ബോസിലെ ഹാങ് ഓവർ മാറിയോ എന്നായിരുന്നു ആദ്യ ചോദ്യം. മാറി വരുന്നു എന്നാണ് ജാസ്മിന്റെ മറുപടി. പിന്നെ ഇന്റർവ്യൂ കൊടുക്കാത്തത് അത് ഭയന്നിട്ടോ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ല. ചാനലുകളിൽ വരുന്ന ക്ലിക്ക് ബൈറ്റുകളിൽ എവിക്റ്റായ മത്സരാർത്ഥിയോട് വരെ ചോദിക്കുന്നത് അവരുടെ വിശേഷങ്ങളല്ല, എന്റെ കുറ്റങ്ങളാണ് കൂടുതലും ചോദിക്കുന്നത്. ജാസ്മിന്റെ കുറ്റം പറഞ്ഞാൽ വ്യൂസ് കിട്ടുമെന്ന് കരുതി പെരുമാറുന്നവർ അവർക്ക് എന്തിന് ഇന്റർവ്യൂ കൊടുക്കണം? എന്നെ വിറ്റ് തിന്നാവുന്നതിന്റെ മാക്സിമം വിറ്റ് തിന്നിട്ടുണ്ട്. ഇന്റർവ്യൂ ചോദിച്ചു വരാൻ നാണമുണ്ടോ എന്ന് ചില ചാനലുകാരോട് ഞാൻ ഓപ്പണായി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചായയിൽ തുമ്മിയ കേസ് ജാസ്മിൻ തുമ്മിയതല്ല. ആ സമയത്ത് ജാസ്മിൻ പറഞ്ഞ ഡയലോഗാണ് കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും, ആരും കണ്ടില്ല എന്ന് ജാസ്മിൻ പറഞ്ഞതാണ് കല്ലുകടിയെന്നും അവതാരകൻ. ജാസ്മിന്റെ മറുപടി ഇങ്ങനെയാണ്: സീരിയസ്ലി എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, അറിയാതെ തുമ്മിയതാണ്. ആദ്യ ആഴ്ചയിൽ നടന്ന സംഭവം ഇപ്പോൾ ചോദിക്കുമ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ നഖം കടിച്ചത്, ഈ ലോകത്ത് ആദ്യമായി നഖം കടിച്ചിട്ടുള്ള ഒരാളോ ബാത്റൂമിൽ ചെരുപ്പിടാതെ പോയതോ ആയ ആളല്ല ഞാൻ. അവിടെ നെയിൽ കട്ടർ ഇല്ലായിരുന്നു, വേദനയുള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് ടാസ്ക് ചെയ്യേണ്ടതാണ്. ചെരുപ്പ് ക്രൂ മെമ്പേഴ്സ് മനഃപൂർവ്വം തരാതിരുന്നതാണെന്ന് എന്നോട് ഷോയ്ക്ക് ശേഷം പറഞ്ഞുവെന്ന് ജാസ്മിൻ. അതവരുടെ കണ്ടന്റ് ആകും. അവിടെ തന്നെ മാത്രമാണ് ഇങ്ങനെ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചതെന്നും ജാസ്മിൻ. ഹൗസിൽ ചില മത്സരാർത്ഥികൾ പോലും ചപ്പാത്തി മാവിൽ തുമ്മുകയും മൂക്ക് തുടച്ച ടിഷ്യൂ കൊണ്ട് പാത്രം തുടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുമാണ് മറുപടി. നല്ല അലർജിയുള്ള ആളാണ് ഞാൻ. 24 മണിക്കൂറും തുമ്മലാണ്. അതുകൊണ്ട് മൂക്കിൽ പിടിക്കുന്നത് ശീലമായി. ആളുകൾ കരുതിയാലും ഒന്നും പറയാനില്ല. ശരിക്കും എനിക്ക് വെള്ളം അലർജിയാണെന്നും ജാസ്മിൻ പറയുന്നു. ആശുപത്രിയിൽ കാണിച്ചിട്ടും മാറാത്തതാണ്. എനിക്ക് വൃത്തിയുണ്ടോ ഇല്ലയോ എന്നത് ഇടപഴകുന്നവർക്ക് നന്നായിട്ടറിയാം. ഒരാളുടെ വയ്യാത്തൊരവസ്ഥയെ നമ്മൾ കളിയാക്കിയാലോ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്താലോ അതുപോലെ എനിക്കും വയ്യാത്തൊരവസ്ഥയാണ്. ഹൗസിൽ കയറി 2ാം ദിവസം തൊട്ട് തുടങ്ങിയ ഗബ്രിയുമായുള്ള കോംബോയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഞാനും ഗബ്രിയും മാത്രമല്ല ആദ്യമായിട്ട് കൂട്ടായത്. ഞാൻ, രതീഷാക്ക, നോറ, ഗബ്രി, ബാക്കിയുള്ളവർ പോയപ്പോൾ ഗബ്രിയുമായി കൂട്ടായി. എനിക്ക് കംഫർട്ട് എന്ന് തോന്നുന്നവരുമായി ഞാൻ പെട്ടെന്നെടുക്കും. വിശദീകരിക്കാൻ അറിയില്ല, ഞങ്ങൾ കണക്റ്റായി പോയി. ഇത് ഫേക്കാണെന്ന് പറയുന്നവരോട് പറയാനുള്ളത്, ഇത്രയും വന്നിട്ട് പോലും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വിട്ടുകൊടുക്കുകയുമില്ലെന്ന് ജാസ്മിൻ പറയുന്നു. എന്റെ കൂടെ നിന്നിട്ടുള്ളത് അവൻ മാത്രമാണ്. അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാതിരുന്നാൽ അത് നാടകമാണെന്ന് പറയും. കോംബോ നോക്കില്ലെന്ന് പറഞ്ഞതല്ലേ, ഹൗസിൽ പോയിട്ട് നീ എന്താണ് അവിടെ ചെയ്തതെന്ന് ഷോ കഴിഞ്ഞ ഉടൻ ബാപ്പ ചോദിച്ചെന്നും ജാസ്മിൻ പറയുന്നു. ഞങ്ങളുടേത് കോംബോയല്ല, വിശദീകരണങ്ങളെല്ലാം വെള്ളപൂശലായിട്ടേ തോന്നൂ. ഗബ്രി എനിക്ക് പറ്റിയ തെറ്റല്ല, ലോകം മുഴുവൻ എതിർത്താലും അതിൽ മാറ്റമില്ല. കമ്മിറ്റഡ് ആണെങ്കിൽ എന്തിന് കൺഫ്യൂഷൻ എന്ന അൻസിബയുടെ പരാമർശം അവതാരകൻ ജാസ്മിനെ ഓർമ്മിപ്പിക്കുന്നു. എനിക്കും അവനും കൺഫ്യൂഷനായിരുന്നു. പിന്നെ പ്രണയമാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം പറയാൻ പറ്റില്ല. പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഹൗസിൽ കയറിയപ്പോൾ തന്നെ ഗബ്രിയോട് പറഞ്ഞിരുന്നു. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഗബ്രിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് അറിയില്ല. ആ സാഹചര്യത്തിൽ എനിക്ക് അവനോട് തോന്നിപ്പോയ ഒരു ഇഷ്ടമാണ്. അതെങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ ഇഷ്ടം പ്രേമമാകരുത് എന്ന രീതിയിൽ പിടിച്ചു വച്ചിട്ടുണ്ട്. കാരണം പുറത്ത് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട്. പിന്നെ ഞങ്ങൾ 2 റിലീജിയനാണ്. ഞങ്ങൾക്കിത് വേണമെങ്കിൽ മറച്ചു വയ്ക്കാമായിരുന്നു. പക്ഷേ കള്ളം പറയുന്നതിലും വൃത്തി സത്യം പറയുന്നതാണ്. പുറത്തുള്ളവർക്ക് ഇത് ദഹിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കല്യാണമെന്നത് നടക്കില്ല. ഇതാണ് സത്യം. ഗബ്രി എന്റെ കയ്യിൽ ഉമ്മ വയ്ക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ലെസ്റ്റാണെന്ന് വരെ പലരും പറഞ്ഞു. സ്നേഹം കൂടുമ്പോൾ പിടിച്ച് കടിക്കും. അതെന്റെ ബേസിക് സ്വഭാവമാണ്. ഗബ്രിയോട് മാത്രമല്ല, റസ്മിനോടും ശ്രീധുവിനോടുമെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ലെസ്റ്റല്ല. അവർ അതിനകത്ത് കാണിച്ചിട്ടുള്ളത് പച്ചയായ എന്നെയാണ്. ഗബ്രി ഞാനും എന്താണ് മോശമായി ഹൗസിൽ ചെയ്തിട്ടുള്ളത്? ഞാൻ ഡ്രസ്സിംഗ് റൂമിലായിരിക്കുമ്പോൾ ഗബ്രി വിളിക്കാൻ വന്നതിനെ വളരെ മോശമായിട്ടാണ് അവർ കാണിച്ചത്. ഗബ്രിയോടുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ട്. ആൾക്കാരെ പേടിച്ച് ഞങ്ങളുടെ സൗഹൃദം കട്ട് ചെയ്താൽ തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ തെറ്റുകാരാകും. അഭിമുഖത്തിനിടെ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ച് ഗബ്രി വീഡിയോ കോളിലെത്തിയിരുന്നു. തന്റെ ഉദ്ദേശം പുറത്തു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് ഒരു സൂചന നൽകി ജാസ്മിനെ ഓക്കെയാക്കി നിർത്തുക എന്നത് മാത്രമായിരുന്നു എന്നാണ് ഗബ്രി പറയുന്നത്. റസ്മിന് റീഎൻട്രി സമയത്ത് തന്നോടുണ്ടായത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നും ഗബ്രി പറയുന്നു. അവതാരകന് ഒരു ഇന്റർവ്യൂ ഓഫർ ചെയ്യുന്നുമുണ്ട് ഗബ്രി.